എന്താ ലെഫ്റ്റിലേക്ക് അവിടെ നമ്മുടെ അതിരത്തിലേക്ക് പോകുന്നത് ചേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഏഴാറ്റുമുഖത്തേക്കാണ് കേട്ടോ. സാധാരണയായിട്ട് പോകാറുള്ള മലയാറ്റൂർ കാലടി പ്ലാന്റേഷൻ വഴിയല്ല നമ്മുടെ ഇന്നത്തെ യാത്ര. മാണിക്യമംഗലം, മഞ്ഞപ്ര, കൊല്ലക്കോട് വഴി കല്ലാല എസ്റ്റേറ്റിലൂടെയാണ് ഇന്നത്തെ യാത്ര. ഈ കാണുന്നത് മാണിക്യമംഗലത്തുള്ള സൺറൈസ് വാക്ക് വേ ആണ് കേട്ടോ. ഈ കാണുന്നത് മഞ്ഞപ്രയിലുള്ള അക്വഡക്റ്റ് ആണ് കേട്ടോ. പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കല്ലാല എസ്റ്റേറ്റിലേക്ക് എത്താനായിട്ടുണ്ട്. കല്ലാല എസ്റ്റേറ്റിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്നും എൻട്രി പാസ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ പേര്, വണ്ടിയുടെ നമ്പർ, ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് ഒരു പാസ് എടുത്തിട്ട് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ഞങ്ങൾ ബൈക്കിനാണ് പോയത്. ചാർജ് വന്നത് 10 രൂപയാണ്. പിന്നെ ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് തോട്ടങ്ങൾക്കും കാടിനും ഇടയിലൂടെയുള്ളൊരു യാത്ര തന്നെയാണ് കേട്ടോ. ഈ ഒരു യാത്രയിൽ ഒരുപാട് വന്യജീവികളെ കാണാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട് കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു വഴിയിൽ കൂടെ പോകാനായിട്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ കണ്ട മനോഹരമായൊരു പാറക്കുളമാണത്. കുറേ പക്ഷികളൊക്കെ അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പ്ലാന്റേഷനുള്ളിൽ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ. അത് കൂടുതലും ഈ പ്ലാന്റേഷനിൽ തൊഴിലാളികൾ തന്നെയാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഫോറസ്റ്റ് റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് തോട്ടത്തിലൂടെയാണല്ലോ പോകുന്നതെന്നൊക്കെ. ശരിയാണ്, ഈ റൂട്ട് പോകുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇതുപോലുള്ള തോട്ടങ്ങൾ തന്നെയാണ് കാണാൻ പറ്റുക. എന്നാൽ ഈ രണ്ട് സൈഡിലും കാണുന്ന തോട്ടങ്ങൾക്കപ്പുറം ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഈ ഒരു തോട്ടത്തിൽ വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ വന്യമൃഗങ്ങൾ കാണുന്നതൊക്കെ ഒരു ലെക്കല്ലേ. എന്തായാലും നമ്മൾ പോയപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിലൂടെ കാണാം. ഈ ഒരു റോട്ടിൽ കൂടുതലും കാണാൻ പറ്റുന്നത് പ്ലാന്റേഷനിലെ പശുക്കളാണ് കേട്ടോ. അവരാണെങ്കിൽ നമുക്ക് വഴി തരത്തൂല, നമ്മൾ തന്നെ സൈഡ് എടുത്ത് പോകേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്തൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ ഈ ഒരു റൂട്ട്. പോകുന്ന വഴിക്ക് ആളൊഴിഞ്ഞ വീടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ പോകുന്ന വഴിക്ക് ദൂരെ എന്തോ കണ്ടപ്പോൾ നോക്കിയതാ. അതും തോട്ടത്തിലെ പശുക്കളായിരുന്നു കേട്ടോ. മിക്കപ്പോഴും വൈകുന്നേരങ്ങളിലാവും ഇവരൊക്കെ റോഡിൽ കയറി നിൽക്കാറുള്ളത്. നമ്മളിതാ ഇതുവഴി കേട്ടോ വന്ന്, ഈ വഴി വന്ന് നേരെ ഇങ്ങനെ ജംഗ്ഷൻ കാണും. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് അതിരപ്പള്ളി, നേരെ കാണുന്നതാണ് പെരുമ്പാവൂർ മൂന്നാർ പോകുന്ന നമ്മുടെ മലയാറ്റൂർ റൂട്ട്. ഓക്കെ, നമുക്ക് പോകാനുള്ളത് ഈ റൂട്ടാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് തോട്ടങ്ങളൊക്കെ കണ്ടു കേട്ടോ. കശുവണ്ടി, റബ്ബർ, തേക്ക്, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് കാണാനായിട്ട്. അങ്ങനെ ഇത്രയും നേരം നമ്മൾ കണ്ടത് വെച്ചിട്ട് ഒരു വെറൈറ്റി തോട്ടം കൂടി നമുക്ക് കാണാം. കൈതച്ചക്കയുടെ ഒരു വലിയൊരു തോട്ടം തന്നെ നമുക്കിവിടെ കാണാം. ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇവിടെ ആനകളുടെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കുന്നു. ആനകളുടെ മാത്രമല്ല, മറ്റുള്ള ജീവികളുടെയും. ഇത് മാത്രമല്ല കേട്ടോ, അപ്പോൾ ഇനി അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്നതും ഈ ഒരു കൈതത്തോട്ടങ്ങൾ തന്നെയാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും.
അങ്ങനെ ഈ ഒരു വളവ് തിരിഞ്ഞെത്തുമ്പോൾ നമുക്കിവിടെ ഒരു അതിഗംഭീരമായൊരു കാഴ്ച ഉണ്ട് കേട്ടോ. കാലടി പ്ലാന്റേഷൻ്റെ ഹയർ സെക്കൻഡറി സ്കൂള്. ഗംഭീരം എന്ന് പറയാൻ കാരണം ഈ സ്കൂളിൻ്റെ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. നമ്മൾ മാമലക്കണ്ടോ സ്കൂളൊക്കെ കണ്ടിട്ടില്ലേ, ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയാണ്. പക്ഷേ ഈ ഒരു സ്കൂളിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട്. കാടിനുള്ളിലുള്ള സ്കൂളായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളതുകൊണ്ടായിരിക്കാം കേട്ടോ ഈ സ്കൂളിന് ചുറ്റും ഫെൻസിങ് ഉള്ളത്. പിന്നെ ഈ സ്കൂളും ഈ ഗ്രൗണ്ടും പിന്നെ അതിന് പുറകിലുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇതുവഴി തന്നെ വരാം. അപ്പോൾ ഇവിടെ ഗ്രൗണ്ടിൽ പിള്ളേരൊക്കെ കളിക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ ഏകദേശം ഏഴാറ്റുമുക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ആ പുഴ ആണ് നമ്മളെ സൈഡിൽ കാണുന്നത്. ഇതാ കണ്ടില്ലേ, ആനപ്പിണ്ടങ്ങളൊക്കെ നമുക്ക് റോഡ് സൈഡിൽ കാണാം കേട്ടോ. എണ്ണപ്പനത്തോട്ടങ്ങൾക്കിടയിൽ കണ്ടതാണ് കേട്ടോ ഒരു കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏഴാറ്റുമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏഴാറ്റുമുഖത്തെ ആ പാലത്തിന് താഴെയുള്ള വ്യൂ ആണത്. അങ്ങനെ കുറച്ച് നേരം പുഴയിലെ വെള്ളത്തിൽ കാലിട്ടിരുന്നപ്പോൾ മീനുകളൊക്കെ വന്ന് ഫിഷ് പായൊക്കെ ചെയ്തു തന്നു കേട്ടോ. അങ്ങനെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്നിട്ട് ചായ കുടിച്ച് പിന്നെ നമ്മൾ പോയത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം റൂട്ടിലേക്കാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാലും ആനകളൊക്കെ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ റൂട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിൽ കണ്ടതാണ് കുറേ കുരങ്ങന്മാരൊക്കെ റൂട്ടിലിറങ്ങി നിൽക്കുന്നുണ്ട് സൈഡിലൊക്കെ ആയിട്ട്. അങ്ങനെ അവരുടെ ആക്ടിവിറ്റീസൊക്കെ കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോകുമ്പോഴാട്ടോ ഈ ഒരു കാഴ്ച കണ്ടത്. പക്ഷേ നമുക്ക് വണ്ടി നിർത്താനോ ഫോട്ടോസ് എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ ഫോറസ്റ്റുകാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് അവിടെ വണ്ടി നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വണ്ടി നിർത്താതെ നമ്മൾ അവിടെ നിന്നിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ഏഴാറ്റുമുഖത്ത് നമ്മൾ മലയാളത്തേക്ക് വഴിയായിട്ടാണ് പോകുന്നത്. ഇതാ പോകുന്ന വഴിക്ക് തന്നെ ഇത് അവിടെ നിന്നൊരു കൊമ്പനെ കണ്ടുകൂട്ടാം. വളരെ അടുത്തുനിന്ന് തന്നെയാണ് കേട്ടോ കണ്ടത്. അവിടെയും ഫോറസ്റ്റ് ഓഫീസർമാരുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മളടുത്ത് പറഞ്ഞു അവിടെ നിർത്തണ്ട, വണ്ടി എടുത്ത് പോകാൻ പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ പുഴ ഉള്ളതുകൊണ്ട് കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കേട്ടോ അവിടേക്ക് വെള്ളം കുടിക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നീങ്ങിയപ്പോഴാണ് മയിലിനെ കണ്ടത്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്നിട്ട് കുറേ നേരം ആ ക്രിക്കറ്റ് കളി കണ്ടിരുന്നു. അങ്ങനെ വരുമ്പോഴാട്ടോ നമ്മളിവിടെ ഒരു ഒറ്റയാനെ കണ്ടത്. തൊട്ടടുത്ത് തന്നെ ഒരു പ്ലാവുണ്ട്. അവിടെ നിന്ന് ചക്ക പറിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെ വണ്ടിയുടെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ പുള്ളിയുടെ ശ്രദ്ധ ഞങ്ങളിലേക്കായിട്ടാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ നോക്കി നിന്നു.
ആനകൾക്ക് പൊതുവെ കാഴ്ചശക്തിയേക്കാൾ കൂടുതൽ കേൾവി ശക്തിയും മണം പിടിക്കാനുള്ള കഴിവുമാണെന്ന് കേട്ടിട്ടുണ്ട്. ഇതേ ഈ തുമ്പിക്കൈ പൊക്കിയിട്ട് മണം പിടിക്കുന്നത് ഞങ്ങളുടെ നേരെയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്കാരൻ നൈസായിട്ട് ഉള്ളിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ നിന്നിട്ട് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു കേട്ടോ. ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ തന്നെ. അപ്പോൾ ഇനി ഞാൻ ഈ യാത്രയെക്കുറിച്ച് പറയാം. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഇതിലൂടെ എൻട്രി ഉണ്ടായിരിക്കില്ല. പിന്നെ ചെക്ക് പോസ്റ്റിൽ നിന്ന് കിട്ടുന്ന സ്ലിപ്പ് അത് നമ്മുടെ കയ്യിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കണം. അത് ഇനി അടുത്ത ചെക്ക് പോസ്റ്റിൽ വരുമ്പോൾ അത് കാണിക്കണം. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ മൃഗങ്ങളൊക്കെ കാണാൻ കൂടുതലും ചാൻസ് ഉള്ളത് കാലത്ത് വരുമ്പോഴും പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ വരുമ്പോഴായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരങ്ങളിൽ പശുക്കൾ റോഡിൽ കയറി നിൽക്കുന്ന ഇതാ കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഇടതുവശത്ത് കാണുന്നതാണ് കണിമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ. പിന്നെ ഞങ്ങൾ ഏഴാറ്റുമത്തേക്ക് പോയത് കാലടി, മഞ്ഞപ്ര, കൊല്ലക്കോട് വഴിയാണ്. തിരിച്ച് വന്നത് മലയാറ്റൂർ വഴിയാട്ടോ. ഇതാ കാണുന്നതാണ് മലയാറ്റൂർ പള്ളി. അങ്ങനെ മലയാറ്റൂർ എത്താനായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.